കന്നിമാസം ഇങ്ങനെ മഴ പെയ്യുമോ? തുലാമിലല്ലേ മഴ പെയ്യുന്നത്? ഇവർക്ക് തന്നെ പറഞ്ഞ അനുസരണമില്ല. പിന്നെയാണോ നമ്മള് തുലാവി പെയ്യണം തുലാവി പെയ്യണം. തുലാമി പെയ്യണ്ടോ തുലാമി പെയ്യണ്ടേ? അതല്ലേ എൻ്റെ ശരി. എന്നാൽ പിന്നെ തുലാമഴ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കന്നിമഴ എന്ന് പറഞ്ഞാൽ പോരെ. ഓ അങ്ങനെ, അതുകൊണ്ടാണോ പ്രസവം മഴയും തമ്മിൽ എന്ത് ബന്ധം? ഓ 7:19 ആയതേ ഉള്ളൂ. 7 മണിയായപ്പോൾ എണീറ്റു. 8 മണി വരെ ഞാൻ ഉദ്ദേശിച്ചേ. അടിപൊളി, കൊള്ളാലോ. ആഹാ, സിംബയ്ക്ക് അങ്ങോട്ട് സൂയിക്കുന്നൊന്നും ഇല്ല. അല കയറിയത് ഇപ്പം നിൽക്കാൻ പറ്റുമല്ലോ. ഉമ്മമാർ ചാടി കയറുവാണല്ലോ. ഒരു ചാടുന്നുണ്ടേ, ചാടാൻ ശ്രമിക്കുന്നുണ്ടേ. കണ്ടോ? എന്നാടാ? അവളുമാരങ്ങനെയൊക്കെയാ. നീ സഹിച്ചോ. ചാടാൻ വേണ്ടി നിൽക്കുവോ ഓരോന്ന്. പച്ചാടും. പഠിപ്പിച്ചു കൊടുത്താ നീ? ചാടാൻ വേണ്ടി അവിടെ നിൽക്കുന്നേ. ചാടി. കണ്ണ ശ്രദ്ധിച്ചു വേണം കേട്ടോ. അയ്യോ, എൻ്റെ പൊന്നെ, ഇതെല്ലാം കൂടെ കഴിക്കാൻ. നീ സ്ഥലമില്ലടാവേ. മറ്റേ കൈ കൂടെ നീട്ടി പിടിക്കണം അല്ലേ? ദൈവമേ, ഇതെന്ത് കളി? സിംബ വരെ നോക്കി നിൽക്കുക. ഇത് എന്നാ കളിയാണ്? പോയി എല്ലാം കൂടെ താഴെ പോയി. അയ്യോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഷർട്ടൊക്കെ കേൾക്കാവും. മൂടലാ. ഞാനിതിപ്പോൾ ആലോചിക്കും. നാരായണയുടെ ഗോറ്റ് ശനിയാഴ്ച ഈ ഗോറ്റ് സ്കൂളിലൊക്കെ പറഞ്ഞെന്തിനാ? ശനിയാഴ്ച പഠിത്തമില്ല. ഇല്ല, അവർക്ക് ശനിയാഴ്ച ഒരു തവണ എങ്ങാണ്ട് ഒരു ചെറിയ സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ബാ, നമുക്ക് അടുക്കള പോവാം. പണി കഴിയണ്ടേ? എന്നാലും ഇത് രണ്ട് മൂടല. ഒന്നുമില്ല. ആന്നു പിന്നെ
ഒന്നും ഉണ്ടാക്കിയില്ല. വഴക്കുണ്ടാക്കിയാലോ നമുക്കൊന്ന്. ഞാൻ ചോദിച്ചോ ഇങ്ങോട്ട് വന്നോ? ഹലോ ഇവിടെ വന്ന് ചോദിച്ചോ? ചുമ പോയോ? നീ രാത്രി ചുമച്ചോ? ചുമച്ചോ? അതെടുത്തത് പോലെ ദൂരെ കളഞ്ഞു. ഞാനുണ്ടെങ്കിൽ അത് കളയില്ല. ഇന്നത്തെ ചപ്പാത്തി അടി ഒന്നുമില്ല. പട്ടി കിട്ടി. എന്നാലും നീ ആ ശ്യാമളമ്മേനെ അങ്ങനെ വിളിക്കാവോ? തിരിച്ച് വളർത്തി നോക്കണം. അത്രയെങ്കിലും പട്ടിയേക്കാളും വലുതല്ലേ നാറി? ആണ്. നിങ്ങൾക്ക് മാത്രം വെറുതെ വയ്ക്കാൻ പറ്റുമോ? തിരിച്ചാൽ ഞങ്ങൾക്ക് താവില്ലേ? ശ്യാമളമ്മ വയലില്ല, ബാധ എന്തോ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാ ചെയ്യണ്ടേ? ചേച്ചാച്ചനെ ഇന്ന് അടിച്ചു കൂട്ടി. ഞാൻ കുറച്ച് താമസിക്കും. അല്ല ചേച്ച വരുമ്പോൾ ഒഴിപ്പിച്ചാൽ മതി. ചേച്ച ഒഴിപ്പിച്ചോളൂ. ചേച്ചാച്ചനെ ഒഴിപ്പിക്കുമെന്നും പറഞ്ഞാ നിൽക്കുന്നത്. ചേച്ചാനെ ഒഴിപ്പിക്കാൻ നല്ല കഷ്ടമുണ്ട്. ചേച്ചാ പോയിട്ട് വരാം. ചിലപ്പോൾ ഞാൻ വരുള്ളൂ. ഇവനെന്തോ ഒരു തളർച്ച. ഇന്ന് രാവിലെ നോക്കും, രാവിലെ വരെ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം ചെന്ന് നോക്കുമ്പോഴാണ് സംഭവം. പെട്ടെന്ന് എന്തോ പറ്റി. അവിടെ ഇപ്പോൾ കിടക്കുമായിരുന്നു ഞാൻ നോക്കുമ്പോൾ. ആഹാ, നിങ്ങളെ കാണാനില്ലായിരുന്നല്ലോ. കാത്തു അത് ശകലം കയറ്റി വെച്ചില്ലെങ്കിലേ ഓട്ട വരുമ്പോൾ ഒന്നാം ശകലം കയറ്റി വല്ല ഇങ്ങോട്ട് ഇറക്കി വെച്ചാൽ മതി. ഞാൻ കുറച്ച് ആരാണ് ഒരുപാട് നാളല്ലേ. ഒന്നെങ്കിൽ ഇങ്ങോട്ട് ഇച്ചിരി ഇറക്കി വെക്കാം, അല്ലെ അങ്ങോട്ട് ഓട്ടം കയറി പോകാം. അങ്ങോട്ട് കയറ്റി വെച്ചാലും മതി. എപ്പോഴാണ് വരുന്നത് പറയാൻ പറ്റില്ല. എപ്പം വേണം വരാം. ഒരു ദിവസം ഒരു 20 നടക്കണം. ആ ഓ അതൊന്നും വേണ്ട, അങ്ങോട്ടൊന്നും ഇല്ല. ഇങ്ങനെ കയറി ഇതിലേ കയറി പോകുന്ന, അങ്ങോട്ട് കയറി പോകുന്ന. എനിക്ക് 1.5 വർഷം തോന്നല്ലേ. ഇത്ര നാളായി. എന്നാ വന്നേ? എന്നാ ഞാൻ ഓർക്കുന്നത്. അല്ല ഇന്നിപ്പോ വീട്ടിൽ നിന്ന് ശാംഭവിയേ ദേ നിന്നെ വിളിക്കുന്നത്. ഒത്തിരി കാലമായി. ആരാന്ന് വന്ന് നോക്കണി. ക്ലാസ്സിലല്ലേ? ആരാടി ഇത്? ആണോ? ഉറപ്പാണോ? പേരെന്നാ? എന്നാളെ ശാമ്പി പറയുന്ന മീനാക്ഷിയോ മീനു? ശ്യാമളമ്മ തെറ്റിക്കോ ചോദിച്ച്? അത് കറക്റ്റായിട്ട് ചോദിച്ചോണ്ട് തന്നെ അവർക്ക് അറിയാന്നാണ്. പിന്നെ ചിന്മയി ഓർക്കുന്നുണ്ടോ? ചിന്മയിനെ അവർക്ക് അറിയാന്നേ.
ചിന്മയി വീട്ടില വെള്ളം കൊടുത്തേ എന്നേലും വെള്ളം കൊടുത്തേ പച്ചവെള്ളം കൊടുത്തേ കപ്പ 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 കപ്പയും ഇന്ന് ഇപ്പം നവരാത്രി ആയതുകൊണ്ട് മീനൊന്നുമില്ല. കപ്പയും സമ്മന്തി മാത്രമേ ഉള്ളൂ. സമ്മന്തി ആണോ ചെറുത് ചെരുപ്പിട്ടോ ഇതിനകത്ത് ചെരുപ്പിട്ടുണ്ട് സാറ്. പിന്നല്ലേ അതിനടുത്ത് പോന്നെ അപ്പടി ചള്ളേ അധികമാ ഇതേടാ ഇത് ഇത്ര ആക്കിയാലല്ലേ ഇത്രയും കിട്ടിയാലല്ലേ അപ്പോൾ അതും കിടക്കുന്നു മതി. അടുക്കള തണുപ്പത്ത് നീ കയറി പോരെ. അവിടെ ഇരുന്ന് പോയി എന്താ പറഞ്ഞ ഇതെന്താ കുളവോ? ഇതെങ്ങനെ പോകും? അയ്യോ അമ്മോ നല്ല അവസ്ഥ. നല്ല മഴയായിരുന്നു അന്ന് ഇറങ്ങിയപ്പം. കുറച്ച് നേരം അവിടെ 10 മിനിറ്റ് അവിടെ ഒരു കടയുടെ തന്നെ കയറി ഇരുന്നിട്ടാണ് വരുന്നത്. പിന്നെ അപ്പം അടുത്ത് പോകണം, കുറച്ച് പരിപാടിയുണ്ട്. കണ്ടോ വാഗമണ്ണ് കണ്ടോ? നല്ല മഞ്ഞ് മൂടി കിടക്കുന്ന കണ്ടാ പോകാൻ തോന്നുന്നു. നല്ല മഴക്കാറുണ്ട്. എനിക്ക് എൻ്റെ ഒന്നോ തിരിച്ചു വരുമ്പോൾ മിക്കവാറും കുളിച്ച് വരണം. അവിടെ ഞങ്ങളുടെ ഒരു മാമൻ്റെ വീടുണ്ട്. ഇത് വരുമ്പോഴൊന്നും അങ്ങോട്ട് പോകാറില്ല, സമയം കിട്ടാറില്ല. കഴിഞ്ഞിടയ്ക്കായിരുന്നു ആ മാമൻ്റെ മോളാണ് നാരായണിയെ ഡാൻസ് പഠിപ്പിക്കുന്നത്. നാരായണി ഇപ്പോൾ ഡാൻസ് നിർത്തി വെച്ചേക്കുക, തുടങ്ങിയല്ല പറ്റത്തില്ല. ഒരു സംഭവം എപ്പോഴാണ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കണമല്ലോ. പകുതിക്ക് വെച്ച് നിർത്തുക എന്നുള്ളത് എൻ്റെ ഒരു സ്വഭാവമാണ്. അത് കൊച്ചത് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. പപ്പ നല്ല ഉറക്കമാണ്. ഭയങ്കര മഴയായിരുന്നു ഞാൻ ഇറങ്ങിയപ്പം. അമ്മമ്മയും വെട്ടി അമ്മമ്മയും കറി വെക്കുന്നു, ഞാൻ തൂക്കാൻ പോകുന്നു. ഇവിടെ ആരുമില്ല, അമ്മയും പപ്പായും ഇപ്പം ഞാനേ ഉള്ളൂ. പോയിട്ടില്ല. നോക്കേ കേട്ടാ അല്ല വരും 3:30 പോലെ ഓക്കെ. അപ്പൊ തീരെ കിടപ്പാണോ?
പൊല്യൂഷന് സർക്കാർ 2000 രൂപ ഫൈൻ വെച്ചിരിക്കുന്നു. എടുക്കുന്നതിന് 80 രൂപ കാശ്. ഹെൽമെറ്റ് മസ്റ്റായിട്ട് മേടിക്കാം. ഹെൽമെറ്റ് വെച്ചാൽ പോരാ, ശിക്ഷാപ്പ് ഇട്ട് വിടണമെന്നും കൂടെ മുറുക്കി അയക്കണം. ഇട്ടില്ലെങ്കിൽ അപകടം ഉണ്ടാകും. അപ്പം ശിക്ഷാപ്പിട്ട് മുറുക്കാതെ വരുന്നവർക്കും ഹെൽമെറ്റ് വെക്കാതെ വലിയായിട്ട് ഫൈൻ കൊടുക്കാൻ പാടില്ല. അപ്പോൾ 500 പോവും, 2000 രൂപ, 2500 രൂപ. ഇതുപോലെ ഇപ്പോൾ നാളെ ഉച്ചയ്ക്കും പാട്ടെടുത്തോളാം, 250 രൂപ അടച്ചുള്ളൂ. 50-25 സ്ഥലം ആകുമ്പോൾ പിന്നെ നിങ്ങളെ കാശുണ്ടോ 250 അടയ്ക്കാൻ? ക്യാഷ് ഓൺലൈനിലാണല്ലോ അടയ്ക്കാം, ഗൂഗിൾ പേ ആണല്ലോ അടയ്ക്കാം. ഹെൽമെറ്റ് ഇല്ലല്ലോ. ഒരാളെ കയറ്റി എത്ര ലോജിയാണെങ്കിലും ആരാണ് ഒരാളെ കയറ്റുമ്പോൾ ഹെൽമെറ്റ് കയ്യിലൊരു എക്സ്ട്രാ ഹെൽമെറ്റ് സംഭവം പറഞ്ഞു. അത് നമ്മൾ ഒരാൾക്ക് ഉപകാരം ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ദോഷമായിട്ട് വരും. ശരിയല്ലേ ഞാൻ പറഞ്ഞു? ഒരു കോഴിക്കുഞ്ഞും കൂടെ ചത്തുപോയി. രാവിലെ എന്തോ സീനായിരുന്നു, പെട്ടെന്ന് പറ്റിയതാണ്. അപ്പോൾ ഒന്നെങ്കിൽ എന്തെങ്കിലും കടിക്കുകയോ എന്തോ ചെയ്തതാണ്, എന്നാ നിർത്തില്ല. ഞാൻ പോകുമ്പോൾ കൂട്ടി കയറി പമ്മ ഇരിപ്പുണ്ട്. എന്നാന്നറിയാൻ വേണ്ടിയാണ് വിളിച്ചു. കുറച്ച് കഴിയുമ്പോൾ ചത്ത്. എന്നാണ് പറ്റിയത്? ആ വാ. ഓക്കെ ഗൂഗിൾ, ലൈറ്റ് ഓഫ്. പോയി, വീട്ടിൽ പോയി. നീ വരുന്നോ? ഇല്ലേ? എന്നാൽ ഞാൻ കഴിക്കട്ടെ. മതിയോ? സാമ്രമ്മ മരുമോനാണ് സ്നേഹം അല്ലേ? വെയിലും മഴയും. നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് പാല് മേടിക്കുന്നുണ്ട്. അപ്പം അതും കൂടെ ഒന്ന് മേടിച്ച് കൊടുത്തല്ലേ പിന്നെ അമ്മ പോകണം. അനിയൻ വരുമ്പോൾ താമസിക്കും. സൊസൈറ്റി ഇത്ര മണി വരെ കണ്ട് പാലുള്ളെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, അങ്ങനെയാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ വരുമ്പോഴേക്കും താമസിക്കും. അപ്പോൾ പിന്നെ നമ്മൾ മേടിച്ച് കൊടുത്താൽ 2 ദിവസത്തേക്കുള്ള പാല് 1 ലിറ്റർ പാല് മേടിക്കും. 1 ദിവസത്തേക്കുള്ള ഉണ്ട്. ഇവിടുത്തെ ഗ്രൗണ്ട് പണ്ടെൻ്റെ ആങ്ങളെയൊക്കെ കുറേ സമയം ഇവിടെ ആയിരുന്നു. പള്ളി ഫോട്ടോ ഇപ്പൊ കൊടുക്കാൻ സ്കൂള്, പള്ളി, ഇവിടെ അമ്പലം, ഗ്രൗണ്ട്. പാല് മേടിച്ചു.
തിരിച്ചു വരുന്നു. ഇനിയും പോകണം. വീട്ടിൽ പോകാറായി. കുറച്ച് പരിപാടികളുണ്ട്. പപ്പായുടെ മേലും കൂടെ ഇനിയും തുടയ്ക്കാനുണ്ട്. അപ്പോൾ അതിന് അമ്മയൊന്ന് ഹെൽപ്പ് ചെയ്യണം. അതും കഴിഞ്ഞാൽ പിന്നെ പോകണം. ഇന്ന് ചേച്ചാച്ചി വരും. പോകണം. ഇതിനിയും നാളത്തെ കഴിഞ്ഞ് അങ്ങോട്ട് വരണം. ചേച്ചാച്ചിയുടെ ഓട്ടോറിക്ഷ ആണെന്ന് തോന്നുന്നു. ഇതിനകത്ത് എനിക്ക് വേണ്ടെന്ന് മുടി കിട്ടണ്ടേ? ലൈറ്റ് ഇടാം. ഓക്കെ ഗൂഗിൾ ലൈറ്റ് ഇടണ്ടേ? ലൈറ്റ് ഓൺ. ആ, കൊടുക്കാം. ചാമളമ്മ വല്ലതൊക്കെ പാക്ക് ചെയ്ത് വെച്ചാൽ പൈസ കൊടുത്തോ? റൈസിനാണോ? എപ്പോഴും റൈസ് മതിയോ? നീ ഉച്ചയ്ക്ക് കഴിച്ചിരുന്ന തിന്നപ്പേ തിന്നോ? റൈസാണോ? അല്ല. പിന്നെ സാമ്പാർ. പൊറോട്ടയോ? ഞാൻ വെച്ചു രസം. ഇപ്പോൾ എത്ര മണിയായി? 4 മണിയോ? അല്ല പറ എത്രയാന്ന് പറ. 4:50 അല്ലേ? ആയിരിക്കും. നിനക്കറിയത്തില്ലേ? അപ്പൊ തള്ള ഇപ്പൊ വരാനായിരുന്നെങ്കിൽ കൂടെ വരായിരുന്നു. ഞാൻ വിചാരിച്ചു ചേച്ചിയുടെ വരുമായിരിക്കും. ഇപ്പോഴാ പുഴയിലങ്ങനെ എപ്പോഴും വെള്ളമായി കഴിക്കുന്നു. നോക്കാം. Kuy. പപ്പായേ പോവാണേ. പപ്പായേ പോവാന്നാ കേട്ടോ. അതെ ഇതില്ലേ, ഇതിന്റെ വിത്ത് വേണം ഇവിടെ ഇരിപ്പുണ്ട്. ഏതിട്ട് വെച്ചിട്ടുണ്ട്. ഏത്? അതാണോ ചേട്ടാ ചോദിച്ചാണോ? ഇതിന്റെ ഇരിപ്പുണ്ടോ? ആ ഈ വരുമ്പോൾ ഉണ്ടോ? അതിനകത്ത് കയറി ഇരിക്കുന്നു പൂവ്. ആ അതുണ്ട്. ഇത് ഇലയില്ലേ മൊത്തം പൊഴിഞ്ഞു കൂട്ടി പൂ മാത്രം ഉണ്ടായിരുന്നു നിറച്ചു. ഇവിടുത്തെ കോവല് മൊത്തം പോയല്ലോ. ഇത് പിടിക്കുന്നില്ലല്ലോ ഇതേ. ഏതാ? അതിനാണോ ആ കോവല്? ഇതിനകത്ത് കണ്ടതെന്നാണ് അങ്ങനെ പറയുമ്പോൾ എനിക്ക് പേടിയാ. മറ്റേ കാടും എല്ലാം കൂടെ ഒന്നും ഇല്ലല്ലോ അതിനകത്ത്. വരുന്നില്ലല്ലോ അത്. വരുന്നില്ല. അത് വരുമായിരുന്നെങ്കിൽ അങ്ങോട്ട് പടത്തി വിടാൻ. ഇത് നല്ല വലയായിരുന്നു അല്ലേ? ഈ നല്ല വലയാണ്. ഈ വല നല്ലതാ. പപ്പാ ചെയ്ത് കിട്ടിയതാ. ഇവിടെയൊക്കെ പുല്ല് വളർന്ന്, ഇതിൻ്റെ മണ്ടയിലൊക്കെ പുല്ല് വളർന്ന്.
ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാടാ 3 ദിവസമോ? ആ എണ്ണയുടെ ഒന്നും മേടിച്ചോണ്ട് പോകല്ല. ഇല്ല അതല്ല, കൊള്ളി ഇഷ്ടമാണ്. കൊള്ളിക്കപ്പ. കൊള്ളിക്കപ്പ പോവാണേ, വിളിക്കാം. സമയം എത്രയായി നോക്കട്ടെ. 4:53 റേഷൻ കടയിൽ പോകണം. ചെന്നിട്ട് എന്നിട്ട് വേണം കയറി പോകാൻ. വീട്ടിലെ ചാച്ചാച്ചിനിപ്പോൾ വന്ന് കാണുമായിരിക്കും. ആ വഴിയാണ് നമ്മൾ വീട്ടിലോട്ട് കയറി പോകുന്നത്. കോഴിക്കട നടക്കുവാന്ന് ഇട്ടാച്ചാൽ മതി കേട്ടോ. ഇത് കോഴിക്കടയാണ് കേട്ടോ. ഇവിടെ കോഴിക്കട നടക്കുമെന്ന് പറഞ്ഞു. അവളെ കഴിക്കൊണ്ടിരുന്ന നേരം എടുക്കുന്നു. അതാ ഞാൻ പറഞ്ഞേ. ഇത് കഴിയും. അത് മതി, ഒത്തിരി ഒന്നും കഴുകല്ല കേട്ടോ. അവിടെ ഇരിപ്പുണ്ടാവല്ലോ. ആ പറഞ്ഞോണം, എൻ്റെ പൈസ ഇല്ല. പൈസ തീരുന്നതിന് മുമ്പാണ് നീ പോക്കും. പിന്നെ റെഡി വെച്ചാൽ എന്തെങ്കിലും ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. നീ 1 മാസമാണ് പോയിരുന്നത്. അവിടുത്തെ കുശലിപ്പണിയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പൈസ നിന്ന് കിട്ടും. ഇപ്പൊ ഇത് പറയുന്നത് എന്നെ എടുക്കാനാ. മമ്മി പറയുന്നത് ബി.പി.എൽ.ആയി കാർഡ്. ഞങ്ങള് നേരത്തെ എപ്പിയാലായി. എന്നാ കുത്തി വെള്ളക്കുത്തിരി പ്രാവശ്യം കിട്ടിയ 16 കൊല്ലമായി. വെള്ളക്കുത്തിരിയോ? വെള്ളക്കുത്തിരി. അതിനാ വെള്ളക്കുത്തിരിയോ? വെള്ളക്കളറ കുത്തിരി. പിറ്റാച്ചോടിച്ചു. ഞാൻ അരി ഞാൻ പറഞ്ഞേ തൊമ്പത്ത് കുറെ അരി ഇവിടെ കൊണ്ടുവന്നാലും തോന്നി. അപ്പോഴൊക്കെ അത് മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം വേണമെന്ന് പറഞ്ഞു. പിന്നോ നീയാണ് താമസം. ഞാൻ വരുന്നത് നിനക്ക് അറിയത്തില്ല. അമ്മായിപ്പൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഞാൻ 2 ആഴ്ച കൂടി ഞാനിവിടെ വരുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുവാണല്ലോ. പത്ര പേരെ പാവം പിടിച്ച അമ്മായിപ്പനെ നോക്കണ്ടേ? അത് നോക്കണം. അത് മരുമക്കളെ പുള്ളിയുടെ പ്രവർത്തകയും മരുമക്കളുടെ ഇതാ. വല്ലപ്പോഴും ഈ പണി കൊടുക്കുന്നത്, ദിവസം കൊടുക്കുന്നില്ല. നീ ഇവിടെ ഉണ്ടെങ്കിൽ എന്നും പണി കൊടുക്കുന്നത് എനിക്കറിയാമല്ലോ. ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഈ അടുക്കള കയറി. അല്ലെങ്കിൽ ഞാൻ കയറേണ്ട അവസ്ഥയാണ്. ഇതല്ല കഴിക്കണോ? അല്ലല്ല, ഇത് കൊച്ചിന്റെ മറ്റേ ഇത് 16 ഇഞ്ച് വെളുത്തുള്ളി. അയ്യോ, ഞാൻ പക്കാവളം പിടിക്കാൻ മറന്നു. ഇതിനൊക്കെ പക്കാവളം പിടിക്കാൻ വേണ്ടി ഞാൻ നോക്കാം. ഇട്ട് കാണുമായിരിക്കും. ഗരം മസാല ഇല്ലാതെ ഇറച്ചിക്കറി വെക്കത്തില്ലായിരിക്കും. എന്താ വെച്ചാൽ കഴിക്കാൻ വേണ്ടെന്ന് പറ. ചോറുണ്ട്, പൊറോട്ട ഉണ്ട്. ഏതാ വേണ്ടേ?
എന്നായിരുന്നോ എന്നേലും വരെ ചോറ് എന്നായിരുന്നോ ചോറ് കൊടുത്താൽ മതിയോ? ശാസ്ത്രീയമായി വേവിക്കാന്ന് ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ അടുപ്പേലോ ചീങ്കടിക്കകത്തിട്ട് വഴറ്റി എല്ലാം ശരിയാക്കി ഗ്യാസുകാരാണെങ്കിൽ അടുപ്പല്ലോ കുക്കറൊക്കെ വേറെ ഈ കുക്കറിനകത്ത് വെക്കാൻ ആരാ പറഞ്ഞേ? ഈ വലിയ കോഴിയാണ് പെട്ടെന്ന് എത്ര നേരമാണ് സന്ധ്യ ആകുന്നതിന് മുമ്പ് വെച്ചത്. സന്ധ്യാവുന്നതിന് മുന്നേ ഉള്ള സാധനം നല്ലതായിട്ട് കിടക്കണമെങ്കിൽ എങ്ങനെ ശാസ്ത്രീയമായി വെക്കാന്നുള്ളത് ശാസ്ത്രീയമായിട്ട് ഇച്ചിരി മുതിർന്നവർ പറഞ്ഞു കൊടുക്കണ്ടേ? താമസിച്ചാലേ ശരിയല്ല. ഞാൻ അല്ല, ചോദിച്ചാൽ കറിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇത് കോഴിയാണെന്ന് ഞാൻ ചോദിച്ചത്. ആ, ഞാനത് വെള്ളം ചരിക്കുന്നു. അതേനെ മറ്റേ കോഴിയെ പോലെ അല്ലല്ലോ. മറ്റേ കോഴിയുടെ ഒരു വരിയില്ല. അറിയില്ലേ ഉം. അറിയില്ലേ ഇത് തിന്നെ. കഴിച്ചോണോ? ഇതന്നെ അമ്മയുടെ പാത്രത്തിൽ നോക്കി കഴിക്കേ. ഞാനെന്തും ചെയ്തോളാം. ഞാൻ ചേട്ടനെ പറഞ്ഞോണ്ടങ്ങ് ചോദിക്കുന്നുള്ളൂ. മുറിയില്ലേ? അവര് തന്നെ ശ്രദ്ധിച്ചോളും. ആ പിന്നെ രാത്രിയിലൊക്കെ എവിടെ പോയിട്ട് വരുന്നോ? വീട്ടിൽ കൂടെ പെണ്ണൊക്കെ പകല് പോയി കാണണ്ടേ? അമ്മയും കണ്ടോ? കാര്യം പറഞ്ഞു